ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്തെങ്കിലും കാര്യമെല്ലാം ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ചാറ്റിൽ ടൈപ്പ് ചെയ്യാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും. ഈ ഒരു ഫീച്ചർ ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്രകാരമാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്ന്. ഇതിനായി നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിലെല്ലാമാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്രകാരം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കീപാഡ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഏറ്റവും മുകളിലായി ഇവിടെ ഒരു മൈക്കിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്താണ് സാധാരണ നമ്മൾ വോയിസ് ചാറ്റ് എല്ലാം അയക്കാറ്. എന്നാൽ ഇപ്പോൾ ഇത് ഞാൻ ഐഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ അടുത്തതായി നിങ്ങൾക്ക് ഇവിടെ താഴെയായി ഒരു മൈക്ക് ഐക്കൺ കാണാം. ഏറ്റവും താഴത്തായി വന്നിരിക്കുന്നത് ഇതിൽ പ്രസ് ചെയ്താണ് ഇപ്രകാരം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യാതെ സംസാരിച്ചു കൊണ്ട് ടൈപ്പ് ചെയ്ത് ഇതെല്ലാം സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ പ്രസ് ചെയ്യുകയാണ്. ഇപ്രകാരം ഇത് പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യം ഇവിടെ സംസാരിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായി ടൈപ്പായി കിട്ടും. നമുക്കിതൊന്ന് നോക്കാം. ഹലോ, ഹൗ ആർ യു, വേർ ആർ യു റൈറ്റ് നൗ. വളരെ ഈസിയായി നമുക്ക് ഇപ്രകാരം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്കും ഈ ഒരു മൈക്ക് ഐക്കണെല്ലാം പ്രസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് സംസാരിച്ച് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം. അതായത് ടൈപ്പ് ചെയ്യാനെല്ലാം മടിയെല്ലാം തോന്നുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ കീബോർഡ് എല്ലാം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് മലയാളത്തിലേക്കും ഇത് കൺവേർട്ട് ചെയ്ത് അതായത് നിങ്ങൾ സംസാരിക്കുന്നത് ഇത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്